ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു മുട്ടക്കറി വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നാൾക്ക് മുന്നേ എൻ്റെ മുട്ടക്കറി അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കി ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സബോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പരമാവധി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ നീളത്തിൽ കണ്ടിക്കുന്നതിൽ നല്ലത് മുട്ടക്കറിക്ക് എപ്പോഴും ഇങ്ങനെ അരിയുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഇല്ല, ഒരു സ്പൂണോളം മാത്രമാണ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലതുപോലെ നമുക്ക് ഇളക്കി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തവി വെച്ച് തന്നെ എല്ലാം ഒന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ എരിവിനും ഇതിനും അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇത് നമ്മുടെ വെന്ത തക്കാളിയുടെ ഇതും സബോള എല്ലാം കൂടെ വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി എല്ലാ ഭാഗത്തും മസാല എത്തുന്ന പോലെ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ചാറായിട്ട് ഇത്തിരി വേണം, അതുകൊണ്ട് ഞാൻ വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടോ ഇച്ചിരിയും കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം എന്തോരമാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.